empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന യൂദത്തിനെ കുറിച്ചായിരുന്നു. വളരെ മഹനീയമായ ഒരു ദൗത്യമാണ് കർത്താവ് യൂദത്തിനെ ഏൽപ്പിച്ചത്. ശത്രുവിന്റെ ക്യാമ്പിലേക്ക് കടന്നു ചെന്ന്, ശത്രുക്കളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവൾ തന്റെ ദൗത്യം വളരെ വിജയകരമായി വിശ്വസ്തയോടെ പൂർത്തീകരിക്കുന്നതായി നമ്മൾ കണ്ടു. നമ്മൾ പഠിച്ചത് യൂദത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും അവൾ ഒരു വിധവയായിരുന്നു. മറ്റൊത്തിരിയേറെ ഉത്തരവാദിത്വങ്ങൾ അവക്കുണ്ടായിരുന്നു. എന്നിട്ടും വളരെ സന്തോഷത്തോടെ, വളരെ വിശുദ്ധിയോടെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവളായി, കർത്താവിന്റെ കൺമുൻപിൽ വളരെ വിലയേറിയവളായി അവൾ ജീവിക്കുകയായിരുന്നു. സങ്കീർത്തകനായ ദാവീദ് 119 സങ്കീർത്തനം അതിൽ 71 തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ദാവീദ് രാജാവ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരിതങ്ങൾ, പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് വളരെ ഉപകാരമായി തീർന്നുവെന്ന്. അതിലൂടെ കർത്താവിന്റെ ചട്ടങ്ങൾ, കർത്താവിന്റെ നിയമങ്ങൾ കൂടുതൽ പഠിക്കുവാൻ, അതിൽ കൂടുതലായി വളരുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന്. യൂദത്തിന്റെ ജീവിതവും ഇത് തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കർത്താവിനോടുള്ള ഭക്തിയിൽ അവൾ അനുദിനം വർദ്ധിച്ചു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം കർത്താവിൽ കൂടുതൽ വളരുവാനായി, കർത്താവിന്റെ ചട്ടങ്ങളിൽ കൂടുതൽ അടിയുറയ്ക്കാനുള്ള അവസരങ്ങളായി കാണണമെന്ന പരിശുദ്ധ വചനം പറയുന്നത്. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടതകളിലും സഹനങ്ങളിലും എല്ലാം കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ആ ഒരു കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുണ്ട്. ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ, സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുണ്ട്. ഹല്ലേലൂയ. ദൈവസ്നേഹം അറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ശോധനയാ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുണ്ട്. ഹല്ലേലൂയ. സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക്, അങ്ങയെ വിളി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെ, സഹനങ്ങളെ ആ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവയെ കാണുവാനുള്ള കൃപയ്ക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതകൾ സഹനത്തെയും സഹിഷ്ണുത സിദ്ധതയെയും, കഷ്ടതകൾ സഹനത്തെയും സഹിഷ്ണുത സിദ്ധതയെയും, പരിജ്ഞാനം പ്രത്യാശയെയും വിശ്വാസത്താൽ ജ്വലിപ്പിക്കയാ. പരിജ്ഞാനം പ്രത്യാശയെയും വിശ്വാസത്താൽ ജ്വലിപ്പിക്കയാ. സ്നേഹം അറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ശോധനയാ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്.
ഹേതുവുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. നന്ദി ഈശോയേ, നന്ദി ഈശോയേ. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്. എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കഷ്ടതകളെയും സഹനങ്ങളെയും നോക്കി ജീവിക്കാതെ അതിലൂടെ ഞങ്ങളുടെ വിശ്വാസം സ്ഥിരപ്പെടുമാറ് കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് പണിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന ബോധ്യങ്ങൾക്കായി, അങ്ങ് നൽകുന്ന തിരിച്ചറിവുകൾക്കായിട്ട് ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ജീവിതത്തിൽ നേരിട്ട ഓരോ കഷ്ടതയിലും ഓരോ സഹനത്തിലും എങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങളിൽ വളരുവാനായിട്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ തിരുകുടുംബത്തെ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ കഷ്ടതകളിൽ പതറിപ്പോകാതെ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിക്കുവാൻ യോസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ യൂതിത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ പഠിച്ചു യൂതിത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അവൾ നൽകുന്ന സാക്ഷ്യം എന്താണെന്ന്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് കർത്താവ് ഏൽപ്പിച്ച ഒരു മിഷൻ, കർത്താവ് അവൾക്ക് നൽകിയ ഒരു ദൗത്യം, ആ ദൗത്യത്തെ എപ്രകാരമാണ് യൂതിത്ത് ഏറ്റെടുത്തത് എന്നതാണ്. അതിനുവേണ്ടി അവൾ കാണിച്ച അവളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. യൂതിത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവൾ ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്ന്, ഒറ്റയ്ക്ക് ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്ന് വലിയ റിസ്ക് ഏറ്റെടുത്ത് കർത്താവിൻ്റെ മിഷൻ അവിടെ അവൾ പൂർത്തീകരിക്കുകയാണ്. ഒത്തിരിയേറെ വിശ്വാസത്തിൻ്റെ നിലപാടുകൾ ആവശ്യമായ ഒരു മിഷനായിരുന്നു അത്. ഒത്തിരിയേറെ അപകട സാധ്യതകൾ ഉള്ള ഒരു മിഷൻ. എന്നാൽ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, കർത്താവിനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് അവൾ തൻ്റെ ദൗത്യ നിർവഹണത്തിനായി പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്, ആ ഒരു സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് നോക്കാം. യൂതിത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ 1-2 തിരുവാക്യങ്ങളിൽ അന്നത്തെ ഇസ്രായേൽ നേരിട്ടിരുന്ന ഭീഷണിയെക്കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയുമായപ്പോൾ അസീറിയ രാജാവായ നബുക്കദ്നെസറിന്റെ സർവ്വസൈന്യാധിപൻ ഹോലോഫർണസ് ജനതകളോട് ചെയ്ത കാര്യങ്ങളും അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂദായിലെ ഇസ്രായേൽ ജനം അറിഞ്ഞു. അവന്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു. ഇവിടെ ഇസ്രായേൽ ദേശം മുഴുവൻ ഒന്നാകെ അവിടെ ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അന്ന് അസീറിയ രാജാവായിരുന്ന നെബൂഖദ്നേസർ ഓരോ രാജ്യങ്ങളെല്ലാം കീഴടക്കി കടന്നു വരികയാണ്. വളരെ ഭീതികരമായ രീതിയിലാണ് അവർ കീഴടക്കുക. നമുക്കറിയാമല്ലോ, അവരുടെ സുപ്രീം കമാൻഡർ ആയിരുന്ന സർവ്വ സൈന്യാധിപനായിരുന്ന ഹോളോഫർണസിനെ കുറിച്ച് കർത്താവിന്റെ വചനം എടുത്തു പറയുന്നുണ്ട്. വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹോളോഫർണസ്. ഈ ഹോളോഫർണസിന്റെയും സൈന്യത്തിന്റെയും മുന്നേറ്റത്തെ ഭയന്ന് ഇസ്രായേൽ ജനം ഇരിക്കുകയാണ്. കാരണം എന്താണ്? തങ്ങളുടെ ദേശത്തിന്റെ അടുത്തേക്ക് അവരെത്തുകയായിരുന്നു. തുടർന്ന് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 1-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അടുത്ത ദിവസം ഹോളോഫർണസ് തന്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബെഥൂലിയായ്ക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കാനും ഇസ്രായേലരോട് യുദ്ധം ആരംഭിക്കാനും കൽപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനം ഭയപ്പെട്ടിരുന്ന ആ സമയം എത്തുകയാണ്. അവർ ഇസ്രായേൽക്കാരുടെ ആ ഒരു ദേശത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തുകയാണ്.
ബത്തൂലിയ എന്ന് പറയുന്നത് ഇസ്രായേലിലേക്കുള്ള ഒരു കവാടമായിട്ട് നമുക്ക് വേണേ കാണാം. അവിടേക്ക് ഈ ബത്തൂലിയയിലാണ് നമ്മുടെ നായികയായ യൂദിത്ത് താമസിക്കുന്നത്. ബത്തൂലിയ കീഴടക്കാൻ ഹോളോഫെർണസും ആ സൈന്യവും തീരുമാനിക്കുകയാണ്. അവിടെ അവർ എടുത്ത ഒരു നയം എന്ന് പറയുന്നത് ആ ബത്തൂലിയയിലേക്ക് വരുന്ന ജലസ്രോതസ്സുകൾ മുഴുവൻ അവർ ബ്ലോക്ക് ചെയ്യുകയാണ്. അതായത് ഇസ്രായേൽ ദേശത്തിന് കുടിക്കാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കൊന്നുമുള്ള വെള്ളം പിന്നെ അവർക്ക് ലഭിക്കുന്നില്ല. മലമ്പ്രദേശമായതുകൊണ്ട് അവിടെയുള്ള ഒരു അരുവിയെ അവർ ബ്ലോക്ക് ചെയ്യുകയാണ്. പിന്നെ മുകളിലേക്ക് വെള്ളം എത്താൻ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെയാണ് കർത്താവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. തുടർന്ന് 7-ാം അധ്യായത്തിൽ 20-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്: കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട അസീറിയൻ സൈന്യം ബത്തൂലിയക്കാർ വെള്ളം നിറച്ചു വെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ വറ്റിവരണ്ടു. ഇസ്രായേൽ ജനത്തിന്റെ അടുക്കൽ വെള്ളം ഇല്ലാണ്ടായി മാറുകയാണ്. 34 ദിവസം നീണ്ട ഉപരോധം. തീർത്തും അവരുടെ കയ്യിലുള്ള വെള്ളത്തിന്റെ സ്റ്റോക്ക് മുഴുവൻ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ അറിയാം, വെള്ളമില്ലെങ്കിൽ എത്രമാത്രം വലിയൊരു അപകടമാണ് അതെന്നുള്ളത്. ആ ഒരു വലിയ പ്രതിസന്ധിക്ക് മുൻപിൽ ഇസ്രായേൽ ജനം നിൽക്കുമ്പോൾ അവിടുത്തെ ശ്രേഷ്ഠന്മാരും നേതാക്കന്മാരും എല്ലാം ചേർന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്. 5 ദിവസം നമുക്ക് കാത്തിരിക്കാം. 5 ദിവസത്തിനുള്ളിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്ത് തങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഇസ്രായേൽ ജനം മുഴുവനോടെ പറയുകയാണ്, ഈ അസീറിയൻ സൈന്യത്തിന് മുൻപിൽ നമുക്ക് കീഴടങ്ങാമെന്ന് ഒരു തീരുമാനം അവർ എടുക്കുകയാണ്. ഈ ഒരു തീരുമാനത്തിൽ യൂദിത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും. 8-ാം അധ്യായം 9-ാം തിരുവാക്യത്തിൽ തിരുവചനം എഴുതിയിരിക്കുകയാണ്: ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരിയുടെ മേൽ ചൊരിഞ്ഞ നീചമായ വാക്കുകളും 5 ദിവസം കഴിഞ്ഞ് നഗരം അസീറിയയ്ക്ക് അടിയറ വയ്ക്കാമെന്ന് ഉസിയ അവരോട് ആണയിട്ട് പറഞ്ഞതും യൂദിത്ത് കേട്ടു. ഇവിടെ തന്റെ ജനത്തിന്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളും നേതാക്കന്മാരെടുത്ത തീരുമാനവുമെല്ലാം യൂദിത്ത് അറിയുകയാണ്. എന്നാൽ യൂദിത്തിന്റെ റിയാക്ഷനാണ് ഇനി നമ്മൾ കാണുവാനായി പോകുന്നത്. ഇസ്രായേൽ ജനം ഒത്തൊരുമിച്ച് ഒരു ഭാഗത്ത് തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. അതിൽ യാതൊരു തെറ്റും അവർക്കാർക്കും തോന്നുന്നില്ല. തങ്ങളുടെ ജനം വളരെയേറെ വലിയൊരു പ്രശ്നത്തിന് മുൻപിലാണ്. മറ്റൊരു മാർഗവുമില്ല, ശത്രുവിന് മുന്നിൽ കീഴടങ്ങാം. എന്നാൽ അതിലെ വലിയ അപകടം തിരിച്ചറിഞ്ഞവളായിരുന്നു യൂദിത്ത്. അവളോടൊപ്പം മറ്റാരും നിൽക്കുന്നതായി നമ്മൾ കാണുന്നില്ല. ഒറ്റയ്ക്ക് അവൾ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. കർത്താവിന്റെ നാമത്തെ അവിടെ താഴ്ത്തുന്ന ഒരവസ്ഥ വന്നപ്പോൾ യൂദിത്ത് അവിടെ ഉണർന്നെഴുന്നേൽക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒഴുക്കിനെതിരെ അവൾ പോരാടുകയാണ്. തുടർന്ന് 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്: അവൾ തന്റെ വസ്തുവകകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മാരായ കാബ്രിസിനെയും കാർമിസിനെയും വിളിപ്പിച്ചു. അവൾ എന്താ ചെയ്തേ? അവൾ നേരെ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ, ഇസ്രായേലിൽ തീരുമാനമെടുത്ത ശ്രേഷ്ഠന്മാരെ അവൾ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവരോട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ യൂദിത്ത് എന്ന ആ ഒരു വ്യക്തി, അവൾ ഒരു വിധവയാണ്, ഒറ്റയ്ക്കുള്ള ഒരു സ്ത്രീയാണ്. അവൾ കർത്താവിന്റെ നാമത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചപ്പോൾ അവൾ എടുത്ത ആ ഒരു നിലപാടിനെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ? പലർക്കും തോന്നിയില്ല ഈ യൂദിത്തിന്റെ സമയത്ത് ഇത് തെറ്റാണ് എന്നുള്ളത്. അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർക്കത് ശരിയായിട്ടാ തോന്നിയേ. പക്ഷേ കർത്താവിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ച് നടപടി എടുക്കാൻ തോന്നിയത് യൂദിത്തിനാണ്. യൂദിത്തിന്റെ ഹൃദയത്തിൽ കർത്താവ് അത് ജ്വലിപ്പിച്ച് നൽകുകയായിരുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും കാണുന്നത്. അബ്രാഹത്തിന്റെ വിളിയെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അബ്രാഹത്തെ വിളിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ മറ്റാരും സത്യദൈവത്തെ അറിഞ്ഞിരുന്നില്ല. പക്ഷേ വിളി ലഭിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവിൽ നിന്നും ആ പ്രചോദനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രാഹാം പിന്നെ ആരെയും നോക്കുന്നില്ല. ആ ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരുന്ന അബ്രാഹാം ഒഴുക്കിനെതിരെ നീങ്ങുകയാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് മുന്നേറുകയാണ്.
നോഹയെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നോഹയെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആ തലമുറയിലെ നീതിമാനായിട്ട് ഒരു ഒറ്റയാളെ കർത്താവ് കണ്ടുള്ളൂ. ആ ഒരു ഒറ്റയാൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നോഹയുടെ പെട്ടകത്തിന്റെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും കർത്താവ് നമുക്കൊരു തിരിച്ചറിവ് നൽകുമ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ടിലേക്ക് അല്ല നമ്മൾ നോക്കേണ്ടത്. കർത്താവ് എനിക്ക് തന്ന പ്രചോദനം, അതിനനുസരിച്ച് ഇവിടെ യൂദിത്ത് മുന്നേറുകയാണ്. ആ ശ്രേഷ്ഠന്മാരെല്ലാവരും ഇസ്രായേൽ ജനം ഒന്നടങ്കം എടുത്ത തീരുമാനത്തെ യൂദിത്ത് ചോദ്യം ചെയ്യുകയാ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുൻപ് പഠിച്ച റാഹാബിനെ നമ്മൾ കണ്ടു. റാഹാബും ആ അവിടെയുള്ള ജെറീക്കോയിലെ എല്ലാ നിവാസികളും കർത്താവിനെ കുറിച്ച് കേട്ടു. തങ്ങളുടെ ആ ഒരു ജീവിത ശൈലിയിൽ നിന്നും മാറി ചിന്തിക്കുവാൻ റാഹാബിന് മാത്രമേ സാധിച്ചുള്ളൂ. ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പ് ആലോചിച്ചു നോക്കി. അവരെല്ലാവരും ആ ഒരു ഒഴുക്കിൽ പോകുന്നവരായിരുന്നു. എന്നാൽ ആ ഒരു വിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ബാക്കിയുള്ളതെല്ലാം വിടുകയാണ്. തങ്ങൾ ജീവിച്ചു പോന്ന ജീവിത ശൈലി അവർ മാറ്റുകയാണ്. കർത്താവിനോട് ചേർന്ന് അവർ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് നാം ഓരോരുത്തരോടും യൂദിത്ത് ഇന്ന് പറയുന്നത്. യൂദിത്ത് ആ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജനത്തിനിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുകയല്ല ചെയ്തത്. യൂദിത്ത് എന്താ ചെയ്തത്? നേരെ അതിന് കാരണക്കാരായവരെ വിളിക്കുകയാ. അവരോട് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാ. കർത്താവിന്റെ വഴികളെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. തങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു വലിയ മണ്ടത്തരത്തെ കുറിച്ച് യൂദിത്ത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ശത്രുക്കളുടെ മുൻപിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ കുമ്പിടുമ്പോൾ, അവർക്ക് മുൻപിൽ കീഴടങ്ങുമ്പോൾ അവർ വരുത്തുന്ന വലിയ വിപത്തിനെ കുറിച്ച് യൂദിത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്ക് ആ വചനഭാഗത്തേക്ക് കടന്നു വരാം. 11-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, അവൾ അവരോട് പറഞ്ഞു, ബെത്തൂലിയ ജനത്തിന്റെ ഭരണകർത്താക്കളെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഇന്നു നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയല്ല. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ഇവിടെ യൂദിത്ത് അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന്. കർത്താവ് അതിൽ വിഷമിക്കുകയാണെന്ന് യൂദിത്ത് പറയുകയാണ്. അങ്ങനെ പറയാൻ കാണിക്കുന്ന ആ ഒരു തൻ്റെടമാണ് പ്രിയമുള്ളവരെ കർത്താവിനോട് ചേർന്ന് പോകുന്നവർക്കുള്ള ആ ഒരു ധൈര്യം എന്ന് പറയുന്നത്. അവൾ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി അവരോട് മുഖത്ത് നോക്കി യാതൊരു വളച്ചുകെട്ടുമില്ലാതെ കാര്യം തുറന്നു പറയുകയാണ്. നിങ്ങൾ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് പറയുകയാണ്. തുടർന്ന് നമുക്ക് 16-ാം തിരുവാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ വഴികളെ കുറിച്ചും വളരെ വ്യക്തമായ ബോധ്യമുള്ളവളായിരുന്നു യൂദിത്ത് എന്ന് ഈ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? നമ്മുടെ കർത്താവിന് തർക്കിച്ച് കീഴടക്കാനും, അങ്ങനെ മനുഷ്യനല്ല നമ്മുടെ ദൈവം, ദൈവത്തിന് ഇങ്ങനെ കൺട്രോൾ വെച്ച് കൊടുക്കരുതെന്ന് യൂദിത്ത് അവരോട് പറയുകയാണ്. 5 ദിവസം എന്നുള്ള ആ ഒരു സമയപരിധിയിൽ കർത്താവിനെ ഒതുക്കരുതെന്ന് യൂദിത്ത് അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവചനം പറയുകയാണ്, അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും. അവൾ കുറ്റപ്പെടുത്തുകയും തിരുത്തുകയും മാത്രമല്ല ചെയ്യുന്നത്. ആ സമയത്ത് അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവിൽ കൂടുതൽ ഉറച്ചു നിൽക്കേണ്ടതിന്റെ, കർത്താവിലേക്ക് സ്വരം ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യൂദിത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരെയും പോലെ യൂദിത്തും ദാഹത്താൽ വലഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. അവൾക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും പോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് അവളും കഴിയുന്നത്. അതിനിടയിൽ നിന്നുകൊണ്ട് കർത്താവിൽ കൂടുതൽ ആഴപ്പെടേണ്ടതിന്റെ ആവശ്യകത അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. യൂദിത്തുമായി സംസാരിച്ച് കഴിഞ്ഞ ശ്രേഷ്ഠന്മാർ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാം അധ്യായം അവിടെ 28-ഉം 29-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉസിയ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ്.
നിന്റെ വാക്കുകൾ നിഷേധിക്കാൻ ആവുകയില്ല. ഇന്നാദ്യമല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. ഇവിടെ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരിൽ പ്രധാനിയായിരുന്നു ഉസിയ. ഉസിയ അടക്കം എല്ലാവരും ചേർന്ന് പറയുകയാണ്, നീ വളരെ ജ്ഞാനത്തോടെയാണ് ഉപദേശങ്ങൾ നൽകിയതെന്ന്. നിന്റെ വാക്കുകളിൽ കർത്താവിൽ നിന്നുള്ള ജ്ഞാനം പ്രകടമാകുന്നുണ്ടെന്ന്. ഇവിടെ യൂദിത്ത് നമ്മുടെ മുൻപിൽ ഇന്ന് പ്രിയമുള്ളവരെ ഒരു വെല്ലുവിളിയായി തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു വലിയ അപകടം വന്നപ്പോൾ അത് തിരുത്താൻ അവൾ കാണിച്ച ആ ഒരു ആത്മാർത്ഥമായ സന്നദ്ധത, അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. തെറ്റ് തിരിച്ചറിഞ്ഞ് അത് മിണ്ടാതിരിക്കുകയല്ല അവൾ ചെയ്യുന്നത്. അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ, കൃത്യമാർന്ന കാര്യങ്ങൾ അവൾ ചെയ്യുകയാണ്. സുഭാഷിത പുസ്തകം 31 അധ്യായം 26 വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഉത്തമയായ സ്ത്രീയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഗുണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗുണം കർത്താവ് അവിടെ എടുത്തു പറയുന്നുണ്ട്. അവൾ വായ് തുറന്നാൽ, ഒരു ഉത്തമയായ സ്ത്രീ, അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. ജ്ഞാനമേ പുറത്തു വരൂ. ദയാമസൃണമായ ഉപദേശം, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. അവളുടെ നാവിലുണ്ട്. ഒരു ഉത്തമയായ സ്ത്രീ, കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച ഒരു നല്ല സ്ത്രീ, അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ എന്നാ പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം പ്രിയമുള്ളവരെ. നമ്മൾ വായ് തുറന്നാൽ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? വിവിധ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരുന്നെങ്കിൽ പോലും നമ്മളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? ഇവിടെ യൂദിത്ത് ഇതിനു മുൻപും അവളുടെ വാക്കുകളിലെ ജ്ഞാനത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന ഉസിയ പറയുന്നത്. അപ്പോൾ അവളുടെ സമൂഹത്തിൽ ജ്ഞാനം പകരുന്ന ഒരു സ്ത്രീ ആയിട്ട് അവൾ മാറുകയാണ്. യൂദിത്തിലൂടെ കർത്താവ് ഇന്ന് നാം ഓരോരുത്തരോടും ഈ ഒരു അഭിഷേകം പ്രാപിക്കാൻ ആവശ്യപ്പെടുന്നത്. തൻ്റെ സ്വന്തം ജനം മാത്രമല്ല, ശത്രുക്കളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പോലും യൂദിത്തിന്റെ ജ്ഞാനത്തെ അവർ വളരെയേറെ പ്രശംസിക്കുന്നുണ്ട്. യൂദിത്തിന്റെ പുസ്തകം അവസാന ഭാഗത്തിൽ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 20, 21 തിരുവാക്യങ്ങളിൽ ശത്രുക്കൾ യൂദിത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹോളോഫെർണസും സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി പൂണ്ടു, അവളുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല. ഇവിടെ യൂദിത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് ശത്രുക്കൾ പോലും ഇത്രയധികം പ്രശംസിക്കുമ്പോൾ ആ ജ്ഞാനത്തിന്റെ ആത്മാവിൽ അവൾ എത്രമാത്രം നിറഞ്ഞു നിന്നിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, യൂദിത്തിനെ കുറിച്ച് കർത്താവ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ യൂദിത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട പാഠം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. സുഭാഷിതങ്ങൾ 10 അധ്യായം 19 തിരുവാക്യത്തിൽ കർത്താവ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട്. നമ്മുടെ സംഭാഷണങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മിതത്വത്തെക്കുറിച്ച്, നമ്മൾ പാലിക്കേണ്ട ആ സ്വീകരിക്കേണ്ട ജ്ഞാനത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. വാക്കുകൾ ഏറും തോറും നമുക്ക് തെറ്റ് വർദ്ധിക്കുകയാണ്. ഈ ലോക ജീവിതത്തിൽ മാത്രമാണോ ആ തെറ്റിന്റെ ഒരു പരിണിത ഫലം ഉണ്ടാവുക? വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 12 അധ്യായം 36, 37 തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മൾ വ്യർത്ഥ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഓരോന്നിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകളാൽ നീതീകരിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഇവിടെ യൂദിത്തിന്റെ വാക്കുകൾ നമുക്ക് ഉറപ്പാണ്, അവളുടെ വാക്കുകൾ അവൾക്ക് നീതിയായി മാറുകയാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാതെ പറഞ്ഞു കൂട്ടുന്ന വാക്കുകൾ അത് നമുക്ക് നന്മയായിട്ടല്ല വരികയെന്ന കർത്താവ് പറയുന്നത്. നമ്മൾ വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമായിട്ടാണ് വ്യർത്ഥ സംഭാഷണത്തെ കർത്താവ് പറയുന്നത്. യൂദിത്തിന്റെ ജീവിതത്തിലൂടെ ഇന്ന് കർത്താവ് നൽകിയ ഈ ഒരു പാഠം നമുക്ക് സ്വീകരിക്കാം. ജ്ഞാനത്തോടെ സംസാരിക്കാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജ്ഞാനമുള്ള ഒരു സ്ത്രീയായി മാറുവാനുള്ള തീവ്രമായ ആഗ്രഹം
നമുക്കുണ്ടാകട്ടെ. അത് നമുക്ക് മേടിച്ചെടുക്കാം കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിതുയർത്തുന്നു. ഇവിടെ യൂദിത്ത് ശത്രുക്കളുടെ ഇടയിൽ പോലും ജ്ഞാനത്തോടെയാണ് അവൾ സംസാരിച്ചത്. വ്യർത്ഥ ഭാഷണത്തിൽ അവൾ ഏർപ്പെടുന്നില്ല. അവളുടെ ജ്ഞാനത്തോടെയുള്ള സംസാരത്തെ എല്ലാവരും പ്രകീർത്തിക്കുകയാണ്. അത്രമാത്രം ജ്ഞാനം അവളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. നമുക്കും ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. ഇന്ന് കർത്താവ് നൽകിയ ഒരു ആഹ്വാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. കൃപയോടെ കർത്താവിൽ കൂടുതൽ കൂടുതൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഭയമില്ലാതെ യൂദിത്തിനെ പോലെ തെറ്റ് കാണുമ്പോൾ അതിനെതിരെ നിൽക്കാനുള്ള ഒരു കൃപ നമുക്ക് മേടിച്ചെടുക്കാം. തെറ്റിനെതിരെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് കൃത്യമായ രീതിയിൽ തെറ്റിനെ നേരിടാനുള്ള കൃപ, ഭയം കൂടാതെ മുന്നോട്ട് പോകാനുള്ള കൃപ, അതിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഈശോയെ ഞങ്ങൾ നന്ദി പറയുകയാണ്. യൂദിത്തിനെ പോലെ തെറ്റുകൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കാതെ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ വാക്കുകളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. ഹല്ലേലൂയ. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. ഈശോ. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഹല്ലേലൂയ. കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഈശോയേ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ ഈശോയെ പോരാ. നന്ദി, ഈശോയെ നന്ദി. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ എണ്ണമില്ലാത്ത നന്മകളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യൂദിത്തിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ഒരു പാഠത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ നമുക്ക് വരുത്താം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാം. പരസ്പരം നിങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.